ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പി ആയിട്ടാണ്. തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന അതേ റെസിപ്പി തന്നെയാണ്. ചോറും നമ്മുടെ തേങ്ങാ ചമ്മന്തിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും ഒക്കെയാണ് ഇന്നത്തെ സിമ്പിൾ ലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മതിവരാത്ത കുറേ റെസിപ്പികളാണ് ഇതല്ലേ. എപ്പോൾ കഴിച്ചാലും എപ്പോൾ കിട്ടിയാലും നമ്മൾ അത്രയും തന്നെ ഇഷ്ടത്തോടെ കഴിക്കുന്ന കുറേ റെസിപ്പികളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഇത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഓർമ്മകളും പഴയ ഉച്ചക്കത്തെ ആ ചോറ് പാത്രം തുറക്കുമ്പോൾ ഉള്ള ആ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഈ റെസിപ്പിയിലൂടെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാനൊരു 3-4 കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ചിടുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കുറേ നേരം വെളിയിലെടുത്ത് വെച്ചിട്ട് എങ്കിൽ മാത്രമേ നമുക്കത് കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും കഴിക്കാനൊക്കെ ഉള്ളൂ. ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കഴിക്കുമ്പോഴേക്ക് നമുക്ക് തൊണ്ടവേദനയും പനിയും അങ്ങനെയുള്ള പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എടുത്ത് വെളിയിൽ വെക്കും. അപ്പോൾ കിഴങ്ങ് ഒരു മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കിഴങ്ങിട്ട് കൊടുക്കുക. ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ഇത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ചേർക്കുന്നു. നമ്മൾ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് നെയ്യാണ്. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇതുവരെ നെയ്യ് ചേർത്തിട്ട് മസാല തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാനിൽ തന്നെയാണ് ഞാൻ മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ പാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായി വന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന മീനും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാതി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് നമ്മുടെ മീനിന്. 2 സൈഡും കുക്കായി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാറാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിരിക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം തുറന്ന് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ കുറച്ചേറെ തേങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം ഞാൻ ചോറും ചമ്മന്തിയും അതുപോലെ മെഴുക്കുവരട്ടിയും എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുവാണ്. അപ്പോൾ കുറച്ച് മാങ്ങാച്ചാറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ എന്നും ഒരേപോലെ ഫുഡ് കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒക്കെ നമുക്ക് പഴയകാല ഓർമ്മകളല്ലേ. നമ്മുടെ സ്കൂളിൽ ലൈഫും ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയോ വ്ളോഗോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.